ഹലോ ഫ്രണ്ട്സ്, ഹെയർ ഫുഡ് മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എല്ലാവരും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ? അടിപൊളിയായിരുന്നോ? ഞങ്ങളുടെ ഓണം അടിപൊളിയായിരുന്നു. എൻ്റെ ഓണം വ്ളോഗ്സൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ഒരു ഈവനിങ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്തു കൊണ്ട് കളയാമെന്ന് വിചാരിച്ചു. UK വേസ്റ്റ് മാനേജ്മെൻറ്റ് പറയാതിരിക്കാൻ വയ്യ. നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം എഫിഷ്യൻ്റായിട്ടാണ് അവരത് മാനേജ് ചെയ്യുന്നത്. അതായത് അതുകൊണ്ടാണ് നമ്മളെ റോഡുകളും നമ്മുടെ പരിസര പ്രദേശങ്ങളും ഒക്കെ നല്ല ക്ലീനായിട്ട് ഇവിടെ കിടക്കുന്നത്. ഇവിടെ പ്രോപ്പറായിട്ട് നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. അതുകൊണ്ട് ഓരോ ടൈപ്പിലുള്ള വേസ്റ്റും എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബിൻസൊക്കെ ഇതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ബ്ലാക്ക് കാണുന്ന ബിന്നിനകത്ത് നമ്മൾ ജനറൽ ആയിട്ടുള്ള വേസ്റ്റുകൾ, കിച്ചണിലെ എല്ലാ വേസ്റ്റുകളും ഇടുന്നത്. ഈ ഗ്രീനിനകത്ത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്സ്, പിന്നെ ഇങ്ങനത്തെ MTI ബിന്നുകൾ, അതൊക്കെ MT ചെയ്യുന്നത് ഈ ഗ്രീനിനകത്താണ്. അപ്പോൾ ഇത് അവർ അന്ന് കളക്ട് ചെയ്യുന്നതും ഓരോ സ്പെഷ്യൽ ഡേയിലാണ്. എവറി ഡേ കളക്ഷൻ ഇല്ല. അപ്പോൾ ഓരോ കൗൺസിലിനും അവർ ഒരു ഡേ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന ഏരിയ. ഈ കാണുന്ന ഫെൻസിൻ്റെ അപ്പുറത്തെ റെയിൽവേ ലൈനാണ്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന ചില വീഡിയോയിലൊക്കെ നിങ്ങൾ ട്രെയിനിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ചിക്കൻ എയർ ഫ്രയറിൽ ഗ്രില്ല് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ചിക്കൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് അത് ഡ്രൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉപ്പ് തേക്കും. ഉപ്പ് സ്ട്രെയിറ്റ് നമ്മളങ്ങനെ തേക്കുവാണെങ്കിൽ ഉപ്പ് പെട്ടെന്ന് പിടിക്കും. ഞാൻ മാരിനേറ്റ് ചെയ്യാനുള്ള മാരിനേഷനിൽ ഞാൻ ഉപ്പിടാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആദ്യമേ ഞാൻ ചിക്കന് കുറച്ച് ഉപ്പ് തേക്കും. എന്നിട്ട് ചിക്കനിൽ ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ വരയുകയും ചെയ്യും ഞാൻ. കാരണം നന്നായിട്ട് അതിനൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ എടുക്കുന്ന പാത്രം നിങ്ങളൊക്കെ അപ്പം കഴുകി വെക്കാറുണ്ടോ? എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയും, നിങ്ങൾ ഈ എടുക്കുന്ന പാത്രം അപ്പം കഴുകിയാൽ നിൻ്റെ പണി കുറയുന്നു. ഞാൻ ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചിലപ്പോൾ ഒക്കെ ഞാൻ കഴുകിയിട്ട് അപ്പം തന്നെ സിങ്കിലിടും. പിന്നെ ചിലപ്പോൾ ഒന്നിച്ചൊക്കെയായിരിക്കും കഴുകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയിലൊന്നാണ് പാത്രം കഴുകുന്നത്. അപ്പോൾ ചിക്കനൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള മാരിനേഷനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 പീസസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയുണ്ടോ അതിനനുസരിച്ച് വേണം നിങ്ങൾ എടുക്കാൻ. അപ്പോൾ ഈ 3 പീസസിന് വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരിയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഗ്രോസറിലൊക്കെ വാങ്ങാൻ കിട്ടും. മോറിസലിനും ടെസ്കോയിലൊക്കെ അവൈലബിൾ ആണ് ടൊമാറ്റോ പ്യൂരി. പിന്നെ നമ്മളതിൽ എടുക്കുന്ന ഗാർലിക് ഗ്രാന്യൂൾസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോ ഗാർലിക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂണാണ് അതെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഗ്രൗണ്ട് ജിഞ്ചർ പൗഡറാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിലും റോ ആയിട്ടുള്ള ജിഞ്ചർ എടുക്കാവുന്നതാണ്. പിന്നെ ജിഞ്ചറും ഗാർലിക്കൊക്കെ ഒരുപാടാകാതെ നോക്കണം. കാരണം ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് ഒരു ബാലൻസിൽ വേണം നിൽക്കാൻ. അല്ലാതെ ഒന്നൊന്നിനെ ഓവർ പവർ ചെയ്ത് അങ്ങനെ നിൽക്കാൻ പാടില്ല. പൊടികളാണെങ്കിലും അതെ, കുറച്ച് മിനിമലാണ് എപ്പോഴും നല്ലത്. ഇത് പാഴ്സലി ലീവ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പാഴ്സലി ലീവ്സ് ആണ് ഒന്നുകൂടെ നല്ലത്. എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രൈ ലീവ്സ് ഇടുവാണ്. പിന്നെ പാഴ്സലി എപ്പോഴും പ്രഗ്നന്റ് ലേഡീസ് നോക്കിയിട്ടേ കഴിക്കാവുള്ളൂ. പിന്നെ പാപ്രിക്കയുടെ പൗഡറാണ്. പാഴ്സലി നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതിന് ഒരു അളവൊന്നുമില്ല. പാപ്രിക്ക ഞാൻ അങ്ങനെയാണ് ഒരു 1-1.5 ടീസ്പൂൺ അങ്ങനെ ഇടുവാണ് ചെയ്യാറ്. പിന്നെ ഇത് കുറച്ച് കുരുമുളക് പൊടി. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി. നാരങ്ങ ഒന്നും ഒരുപാട് പിഴിയരുത്. കാരണം ഒരുപാട് പുളി മുന്നിലോട്ട് നിന്നാൽ അതിനൊരു ടേസ്റ്റ് കാണത്തില്ല. എപ്പോഴും ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ബാലൻസിൽ ചേർക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഒന്നിനെയും ഓവർ പവർ ചെയ്യാൻ പാടില്ല. ഇനി കുറച്ച് വെളിച്ചെണ്ണ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലും ഉപയോഗിക്കാം. ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. പക്ഷേ ഒലിവ് ഓയിലാണ് കുറച്ചുകൂടെ ഹെൽത്തി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇത് ചിക്കനിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ച് ഒരു 1-2 മണിക്കൂർ വെച്ചാലും നല്ലതാണ്. നമ്മൾ പുറത്തല്ല, ഫ്രിഡ്ജിൽ വേണം ഇത് വെക്കാൻ വേണ്ടി. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പാഴ്സലി ലീവ്സിൻ്റെ കാര്യം, ഈ പാഴ്സലി ഒറിഗാനോ അങ്ങനത്തെ ഹെർബൽ ലീവ്സ് പ്രഗ്നൻസിയിൽ സേഫാണ്. ബട്ട് അതിനൊരു ലാർജ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ എമൗണ്ട് ഒന്നും സേഫ് അല്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ തന്നെ ഓൺ റിസർച്ച് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള ഹെർബൽ ലീവ്സ് കഴിക്കാൻ വേണ്ടി.
ഞാനിത് 2 hours ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് ബിബിൻ എത്തി. ബിബിൻ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബിബിൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും എസ്തുവിന് ബിബിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ കെയർ ഹോമിൽ നിന്നൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നത് കുളിക്കാതെ കുഞ്ഞിനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞിനെ നോക്കി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ്തുവിന് പക്ഷേ ബിബിൻ വരുമ്പോഴെടുത്തില്ല, ഭയങ്കര സങ്കടമാണ്. ഞാൻ വരുമ്പോൾ അവൾ അത്രയും കരയാറില്ല. പക്ഷെ ബിബിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ചിരിയാണ്. അപ്പോൾ ഇത് അപ്പൻ്റെയും മോളുടെയും പരിഭവം പരാതിയൊക്കെ പറയുന്നൊരു സമയമാണ്. ബിബിൻ എടുക്കാത്തതിൻ്റെ ഒരു വിഷമമാണ് അവളുടെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിബിൻ പറയും ഡ്യൂട്ടി കഴിഞ്ഞ് എത്ര മടുത്ത് വന്നാലും വരുമ്പോൾ എസ്തുവിൻ്റെ ഇച്ചിരി കാണുമ്പോൾ ക്ഷീണമൊക്കെ അങ്ങ് പമ്പ അടക്കുമെന്ന്. ഈ ഒരു സമയം വരുമ്പോഴത്തേനും രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. എസ്തുവിനും അത് ഇത്രയും നേരം കാണാതിരുന്നിട്ട് ബിബിനെ കാണുമ്പോഴുള്ള സന്തോഷം അത് കാണാൻ തന്നെ രസമാണ്. പിന്നെ എല്ലാവരും പറയും ബിബിൻ്റെ ഷേപ്പാണ് മോളെന്നൊക്കെ. പക്ഷെ എന്നാൽ എനിക്കതിൽ ഇച്ചിരി കുശുമ്പൊക്കെ ഉണ്ട്. പിന്നെ ചിലർ പറയും എന്നെ പോലെയും ഉണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് അവരോട് ഭയങ്കര സ്നേഹമാണ്. ഈ വ്ളോഗ് കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ബിബിൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. എയർ ഫ്രയറിലേക്ക് നമ്മൾ ചിക്കൻ വെക്കുകയാണ്. ഇത് നിഞ്ചയുടെ എയർ ഫ്രയറാണ്. നമ്മൾ എയർ ഫ്രയറിലാണ് ചിക്കനും സാൽമണും അങ്ങനത്തെ ഒക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കാറ്. മോസ്റ്റ്ലി ഞങ്ങളുടെ ഡിന്നർ ഇങ്ങനത്തെ ഗ്രിൽഡ് ആയിട്ടുള്ള ഫുഡുകളാണ്. കാരണം നമുക്ക് കുറച്ച് ഹെൽത്തിയാണ്. പിന്നെ രണ്ടുപേരും വണ്ണം കുറയ്ക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യുന്നതാണ്. പക്ഷേ രാത്രിയിൽ ഇങ്ങനത്തെ ഹെൽത്തി ഫുഡ് കഴിക്കും. രാവിലെ പോയിട്ട് എന്തെങ്കിലും ചോക്ലേറ്റോ എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും എടുത്ത് കഴിച്ചാൽ അത് ഫുള്ള് കളയും. അപ്പോൾ ഇതാണ് ഫ്രയറിൽ വെക്കുകയാണ് ഞാൻ. 180 ഡിഗ്രിയിൽ 15 minutes വൺ സൈഡും പിന്നെ അതൊരു 15 minutes കഴിയുമ്പോൾ വീണ്ടും 180 ഡിഗ്രിയിൽ തിരിച്ചിട്ടിട്ട് 15 minutes, അങ്ങനെ മൊത്തം 30 minutesലാണ് 180 ഡിഗ്രിയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കും. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് ഓവറായിട്ട് അങ്ങ് ഡ്രൈ ആവത്തില്ല. കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. അപ്പം നമുക്ക് ഒത്തിരി അങ്ങ് ഡ്രൈ ആയിരിക്കും. എനിക്ക് ഒരുപാട് ഡ്രൈ ആയിട്ട് ചിക്കൻ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് പല്ലിനും മോണയ്ക്കൊക്കെ വേദന എടുക്കും. ഞാൻ തിരിക്കാൻ വേണ്ടി കൊണ്ടുവരുവാണ്. അപ്പോൾ ഈ ഒരു സൈഡ് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി ബിബിൻ എടുത്ത് വെച്ചപ്പോൾ അതിൻ്റെ മസാല കുറച്ചേറെ മുകളിലോട്ട് ഇങ്ങനെ പുരട്ടി പൊത്തി വെച്ചു. അതാണ് അങ്ങനെ കരിഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ബാലൻസ് ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ കരിഞ്ഞങ്ങനെ വരത്തില്ല. നമ്മളിപ്പോൾ ഈ ചിക്കൻ്റെ കൂടെ റാപ്പും പിന്നെ ഗാർലിക് സോസും ആണ് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗാർലിക് സോസ് ഹെൽത്തി ഒന്നും അല്ല. കാരണം ഇത് ഒരുപാട് ഓയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് അതിനൊരു ഫ്ലേവർ വേണമല്ലോ, അതുകൊണ്ട് അത് കഴിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ എത്ര ഹെൽത്തി ആയിട്ട് കഴിച്ചിട്ട് അത് കഴിക്കുമ്പോൾ പിന്നെ അതിൻ്റെ എല്ലാം പോയി, ഗുണമെല്ലാം പോയി. അപ്പോൾ ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി കിടക്കാൻ പോവാണ്. ചിലപ്പോൾ ഒരു സിനിമയൊക്കെ ഇരുന്ന് കാണാറുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ അന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ സിനിമയൊന്നും കണ്ടില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ബിബിന് നെക്സ്റ്റ് ഡേ ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കിടക്കാൻ പോകണേ. ചെയ്യുന്നത് എസ്തുവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ മിനി വ്ളോഗ്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.